ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ചീസി ആയിട്ടുള്ള ഒരു വെറൈറ്റി കട്ട്ലറ്റ് തന്നെയാണ്. ഒരു സൂപ്പർ ടേസ്റ്റി ഡിഷ് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പിസ്സ കട്ട്ലറ്റ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 250 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്തത്, കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് പീസാക്കി എടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, ഒറിഗാനോ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ ഇവയെല്ലാം ചേർത്ത് ഒരു 2 മിനിറ്റ് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ചിക്കൻ ഫ്രൈ ആയിക്കോട്ടെ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു സവാള, തക്കാളി, ക്യാപ്സിക്കം, തക്കാളി കുരു കളഞ്ഞ് വേണം എടുക്കാനായിട്ട്, എല്ലാം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് നേരം വഴറ്റിയെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇനി വേണ്ടത് സോസാണ്. പിസ്സ സോസ് തന്നെ വേണം. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് സോസാണ് ഉപയോഗിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ സോസ് ചേർക്കുക. ഇതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 4 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചത് സ്മാഷ് ചെയ്തതോ ഗ്രേറ്റ് ചെയ്തതോ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട ഒന്നും കൂടാതെ വേണം എടുക്കാനായിട്ട്. എന്നിട്ടത് മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മുടെ കോട്ടിംഗ് വരുന്നത്.
ഇനി നമുക്ക് 2 മുട്ട എടുത്ത് അതിലേക്ക് ഒരു നുള്ളുപ്പും കുരുമുളകും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ എടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് വേണം, ചീസ് വേണം. മോസറല്ല ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കി തുടങ്ങാം. അതിനായി ആദ്യം തന്നെ നമ്മൾ 2 കൈയിലും ഓയിലോ നെയ്യോ പുരട്ടി കൊടുക്കുക. എന്നാലാണ് ഒട്ടിപ്പിടിക്കാതിരിക്കുകയുള്ളൂ. അതിനുശേഷം ഉരുളക്കിഴങ്ങിൽ നിന്നും ഒരു ചെറിയ ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തി കൊടുത്തോളൂ. എന്നാലാണ് നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാതെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി 2-3 ടീസ്പൂൺ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് മേലെ ചീസ് ഇട്ട് കൊടുക്കാം. ചീസിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്ര നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എല്ലാതും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ തവണ പരത്തുമ്പോഴും അതിന് മുമ്പായിട്ട് ഓയിൽ തടവാൻ മറക്കരുത്. ടോട്ടൽ നമുക്ക് 9 കട്ട്ലറ്റാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി ഓരോന്നെടുത്ത് എഗ്ഗ് മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം. മുകളിലും സൈഡിലും എല്ലാം നല്ലതുപോലെ കോട്ടിങ് കൊടുക്കണം. ഇതുപോലെ തന്നെ ഓരോ കട്ട്ലേറ്റും നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി ഓയിൽ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓയിലിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചീസ് ഒന്ന് മെൽട്ടാകണം. ഇപ്പോൾ നമ്മുടെ പിസ്സ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ കെച്ചപ്പും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.